കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളുടെ എണ്ണം തന്നെ മത്സരിക്കണമെന്നാണ് ഇപ്പോഴത്തെ ഉഭയകക്ഷി ചർച്ചയിൽ ഉണ്ടായ നിർദ്ദേശം. നിയമസഭയിൽ നമ്മുടെ പാർട്ടിയുടെ പ്രാതിനിധ്യം നിലനിർത്തേണ്ട ആവശ്യമുള്ളതുകൊണ്ട് പാർട്ടി കഴിഞ്ഞ തവണ മത്സരിച്ച വടകര, കൂത്തുപറമ്പ്, കൽപ്പറ്റ സീറ്റുകളിൽ ഉചിതമായ സ്ഥാനാർത്ഥികളെ നിർത്തി പാർട്ടി മത്സരിപ്പിക്കും. എന്നാൽ പ്രാദേശികമായ ഒരു സന്തുലിതാവസ്ഥയുടെ പ്രശ്നം നേരിടുന്നുണ്ട്. ഈ 3 സീറ്റുകളും ഉത്തര മലബാറിലാണ്. ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ തിരുവിതാംകൂറിലും തൃശ്ശൂരിലും കൊച്ചി ഭാഗത്തും ഓരോ സീറ്റ് വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. തിരുവനന്തപുരത്ത് തന്നെ നെയ്യാറ്റിൻകര, അരുവിക്കര, പാറശാല, കോവളം ഈ മണ്ഡലങ്ങളിലെല്ലാം മറ്റ് LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് ഞങ്ങളുടെ വോട്ടുകൾ നിർണായകമാണ്. കോവളത്ത് തന്നെ നമ്മൾ 7 തവണ ജയിച്ചിട്ടുള്ളൂ. ബാക്കി മണ്ഡലങ്ങളെല്ലാം ഈ പറഞ്ഞ മണ്ഡലങ്ങളെല്ലാം ജയിച്ചിട്ടുള്ള മണ്ഡലങ്ങൾ. തൃശ്ശൂരിൽ നമ്മൾ ചാലക്കുടിയിൽ 4 തവണ ജയിച്ചിട്ടുണ്ട്, അവിടെ 7 തവണ മത്സരിച്ചിട്ടുണ്ട്. കോഴിക്കോട് വടകര കൂടാതെ പേരാമ്പ്ര, തിരുവമ്പാടി, കൊയിലാണ്ടി, കുറ്റ്യാടി ഈ മണ്ഡലങ്ങളിലെല്ലാം സോഷ്യലിസ്റ്റുകൾക്ക് 3000 മുതൽ 5000 വരെ വോട്ടുണ്ട്. കുറ്റ്യാടിയിൽ കുഞ്ഞഹമ്മദ് മാഷ് ജയിച്ച 800 വോട്ടിനാണ്. അവിടെ നമുക്ക് 5000 വോട്ടുണ്ട്. പേരാമ്പ്രയിൽ 3000 തൊട്ട് 5000 വരെ വോട്ടുണ്ട്. കൊയിലാണ്ടിയിലും നാദാപുരത്തും LDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് നമ്മൾ അനിവാര്യമാണ്. തൃക്കരിപ്പൂര് നമുക്ക് 5000 മുതൽ 7000 വരെ വോട്ടുണ്ട്. അപ്പം മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ മത്സരിക്കുന്ന ഇടങ്ങൾ കൂടാതെ LDFൻ്റെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് സഹായകരമായ രീതിയിൽ ഒരു സാമൂഹ്യ അടിത്തറയും വോട്ടുമുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് തിരുവിതാംകൂറിൽ ഒരു അധികം സീറ്റും, കൊച്ചിയിൽ, എറണാകുളം, തൃശ്ശൂർ ഭാഗത്ത് ഒരു സീറ്റും, കോഴിക്കോട് ജില്ലയിൽ ഒരു അധികം സീറ്റും നമ്മുടെ പാർട്ടിയുടെ ഒരു ബേസ് അനുസരിച്ച് വേണമെന്ന് ആവശ്യപ്പെട്ടു. 6 സീറ്റാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. പക്ഷേ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റസ്കോ നിലവിലുള്ള സീറ്റുകൾ മാത്രം അനുവദിക്കാൻ സാഹചര്യമുള്ളൂ എന്നാണ് ഉഭയകക്ഷി ചർച്ചയിൽ CPM അറിയിച്ചു. ഈ കൽപ്പറ്റ മാറുമോ? കൽപ്പറ്റയിൽ നിന്ന് മാറുമോ? കാരണം ശ്രേയാംസ് കുമാർ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ അദ്ദേഹം. കൽപ്പറ്റ നമ്മൾ 8 തവണ മത്സരിച്ച് 5 തവണ ജയിച്ച സീറ്റാണ്. ഇപ്പോൾ വയനാട്ടിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം MP വീരേന്ദ്രകുമാറും ഉൾപ്പെടെയുള്ളവരെല്ലാവരും മത്സരിച്ച് ജയിച്ച 8 തവണ മത്സരിച്ച് ജയിച്ച സീറ്റുകൾ. പുതിയ സ്ഥാനാർത്ഥികളെ നമ്മളെ പാർട്ടി ഒരിക്കൽ സീറ്റുകൾ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ പിന്നെ പാർട്ടി പാർലമെൻ്ററി ബോർഡ് കൂടി തീരുമാനിക്കും. തിരുവനന്തപുരം ജില്ലയിൽ ഒരു സീറ്റാണ് നമ്മൾ ചോദിച്ചത്. അതിൽ കോവളത്ത് ഇപ്പോൾ സമീപത്ത് ഇരിക്കുന്ന നീലൻ സാറ് തന്നെ 5 തവണ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ കോവളം ഉൾപ്പെടെ ഉള്ള സീറ്റുകളാണ്. ഒരു സീറ്റാണ് നമ്മൾ ചോദിച്ചത്. അല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചർച്ച അവസാനിച്ചു. ഉഭയകക്ഷി ചർച്ചകൾ ഏതാണ്ട് അവസാനിച്ചു. ഇനി ചർച്ചയില്ല. അപ്പോൾ അത് പാർട്ടി നേതൃത്വത്തെ അറിയിക്കും. കോവളം JDS അല്ല, അത് പറഞ്ഞില്ല. RJDക്ക് നിലവിലുള്ള 3 സീറ്റുകൾ പറഞ്ഞു, ഒന്നും വ്യത്യാസമില്ല. അപ്പോൾ ഇനി 4-ാം തീയതി LDF സ്റ്റേറ്റ് കമ്മിറ്റി കൂടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 4-ാം തീയതി വൈകിട്ട് 3 മണിക്ക്. അതിന് ഓൺലൈനിലേ നടക്കത്തുള്ളൂ. കാരണം UDF ആയിട്ട് ഒരു തരത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ട് നമ്മൾ UDFൽ നിന്ന് വന്നത് കുറേ സീറ്റുകളുമായിട്ടാണ്. ഒരു രാജ്യസഭ, ഒരു ലോക്സഭ, 7 അസംബ്ലി സീറ്റുകൾ, 7 കോർപ്പറേഷനുകൾ. നമ്മളതെല്ലാം ഉപേക്ഷിച്ചതാണ്. കാരണം നമ്മുടെ
നാച്ചുറൽ അലൈ എന്ന് പറയുന്ന ലെഫ്റ്റാണ്, ഇടതുപക്ഷമാണ്. അതുകൊണ്ട് നിരുപാധികമാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം 1965 ആദ്യം മുന്നണി ഉണ്ടാകുന്നത്. 65 മാർക്സിസ്റ്റ് പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടിയും കൂടെ ചേർന്നാണ് മുന്നണി ഉണ്ടാക്കുന്നത്. അന്നതിൻ്റെ ആദ്യത്തെ കൺവീനർ ഞങ്ങളാണ്, വിശ്വംഭരനാണ്, പിന്നെ വീരേന്ദ്രകുമാറാണ്, പിന്നെയാണ് CPM ഏറ്റെടുക്കുന്നത്. അപ്പോൾ അന്ന് 2 പാർട്ടികളേ ഉള്ളൂ, CPM സോഷ്യലിസ്റ്റ് പാർട്ടി. ബാക്കി പാർട്ടികളെല്ലാം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്നതില്ല. പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാവില്ലേ? അവർ കുറച്ചുകൂടി സീറ്റും സീറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ടോട്ടലി LDF ഈ അടുത്ത കാലത്ത് ആർജോഡിയുള്ള എല്ലാ സ്ഥാനവും, ഇപ്പോൾ കോർപ്പറേഷൻ ബോർഡ് തൊട്ട് തദ്ദേശ സ്വയംഭരണം, ലോക്സഭ മൊത്തം പ്രശ്നമാണ്. പാർട്ടിയുടെ ഒരു സോഷ്യൽ ബേസ് അനുസരിച്ച്, ഉദാഹരണത്തിന് ഇത്രയും കനത്ത തിരിച്ചടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലുണ്ടായല്ലോ, എന്നിട്ടും LDFിലെ 4ാം സ്ഥാനം RJDക്കാണ്. CPM CPIക്കെല്ലാം മുസ്ലിം കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ സോഷ്യൽ ബേസ് നിലനിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പാർട്ടിയുടെ ജനപിന്തുണ അനുസരിച്ച് സീറ്റുകൾ തരണമെന്നായിരുന്നു ഞങ്ങൾ ഉന്നയിച്ചത്. പക്ഷെ അതിപ്പോഴത്തെ സാഹചര്യത്തിൽ ലഭിക്കില്ല. അതിനി ഓൺലൈനായിട്ടേ നടക്കുള്ളൂ. കാരണം 4-ാം തീയതി LDF യോഗമല്ലേ. ശരി.